എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി സംവരണത്തിൽ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി മന്ത്രി വി ശിവൻകുട്ടി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ജോസ് കെ മാണി, ജോബ് മൈക്കിൾ MLA കൂടിക്കാഴ്ചയിൽ മന്ത്രിക്കൊപ്പമുണ്ട്. ബിഷപ്പ് ഹൌസിലെത്തി ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പേരെടുത്ത് തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. ഒരു അനുനയ നീക്കവുമായാണോ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൌസിൽ മന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്? തീർച്ചയായും അജി, സമവായ നീക്കത്തിലാണ് സർക്കാർ എന്നതാണ് ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സഭാ ആസ്ഥാനത്തെത്തിയത്. ജോബ് മൈക്കിൾ MLA, ജോസ് കെ മാണി എന്നിവരടക്കം മന്ത്രിയോടൊപ്പമുണ്ട്. ഒരുമിച്ച് ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും വീണ്ടും കൂടിക്കാഴ്ച നടക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വം സർക്കാരിനെതിരെ പലവട്ടം സർക്കാർ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സിറോ മലബാർ സഭയുടെ വക്താവ് കൂടിയാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ സർക്കാർ കാട്ടുന്നത് അനീതിയാണ്. അതോടൊപ്പം തന്നെ NSSന് അനുകൂലമായ വിധി സഭയുടെ മറ്റ് മാനേജ്മെന്റുകൾക്കും ക്രൈസ്തവ സഭയുടെ മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്നിരിക്കെ അതൊന്നും പാലിക്കാൻ സർക്കാർ തയ്യാറാകാതിരിക്കുന്നതിനെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രശ്നപരിഹാര നീക്കത്തിനായി സർക്കാർ ഇപ്പോൾ ഈ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ക്ലീമീസ് കത്തോലിക്ക ബാവയുമായി മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും തുടർ നിയമ നടപടികൾ അതോടൊപ്പം നിയമോപദേശം തേടി ഈ വിഷയത്തിൽ സഭകൾക്കും അതോടൊപ്പം ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാമെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത തേടുകയാണ് സർക്കാർ. സഭയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ വരുന്നൊരു പശ്ചാത്തലത്തിൽ സഭയെ പിണക്കാൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ മുമ്പ് ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളത് നീക്കം സർക്കാർ നടത്തുന്നത്. പ്രധാനമായും 16,000-ഓളം അധ്യാപക നിയമനങ്ങളെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അത് വിവിധ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മാത്രമല്ല ഓർത്തഡോക്സ്, CSA സഭാ മാനേജ്മെന്റുകളൊക്കെയും ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സഭാ നേതൃത്വത്തിന്റെ പിണക്കം മാറ്റുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അതിനായാണ് മന്ത്രി വി ശിവൻകുട്ടിയും മുതിർന്ന LDF നേതാക്കളും ഇപ്പോൾ സഭാ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അജി, ഒപ്പം തന്നെ ജോസി, കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് എത്ര സമയമായി? ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് KCBCയുടെ വിദ്യാഭ്യാസ സംഘടനയടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തി മാർച്ച് നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ വലിയ വിമർശനം ഈ മാർച്ചിന് നേരെയൊക്കെ മന്ത്രി ഉയർത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് എത്ര നേരമായി? അനുനയ നീക്കത്തിനുള്ള ഒരു സൂചനകൾ ആണോ നമുക്ക് ഈ അകത്തേക്ക് കയറി പോകുമ്പോൾ മന്ത്രി നമ്മൾ നൽകുന്നത്? അജി, ഇപ്പോൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ബിഷപ്പും മന്ത്രിയും അതോടൊപ്പം നേതാക്കന്മാരും. അതിനുശേഷമായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ അകത്തു നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും സമവായ നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ ബിഷപ്പിൻ്റെ നിരന്തരമായ സർക്കാരിൻ്റെ വിമർശനങ്ങളെ അത് ഈ സർക്കാരിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സർക്കാർ നേരിടുന്ന നിയമപ്രതിസന്ധി സഭയെ ബോധ്യപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സഭയുടെ ആശങ്കകൾ അകറ്റുക എന്നത് തന്നെയാണ് മന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ജോസ് കെ മാണി MP, അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളുമൊക്കെയും ഈ സഭയുടെ പിണക്കം തീർക്കണമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ LDFൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് ജോസ് കെ മാണി നേരത്തെ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മധ്യ കേരളത്തിൽ സഭാ വിഭാഗങ്ങളെ പിണക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നൊരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഒഴിവാക്കുക എന്നതാണ് സർക്കാരിനും LDFനും മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് തിരക്ക് പിടിച്ചുള്ള ഇത്തരമൊരു അനുനയ നീക്കം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം KCBC ചെയർമാൻ ക്ലീമീസ് കത്തോലിക്ക ബാവയും മുഖ്യമന്ത്രിയും കണ്ടിരുന്നു. എന്തായാലും ഇതിന്റെ നിയമ സാധ്യതകൾ തേടുന്നതിനോടൊപ്പം സഭകൾക്കും ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത്തരം അവരുടെ ആശങ്കകൾ പൂർണ്ണമായും അകറ്റുക എന്നതും സർക്കാർ ലക്ഷ്യം വെക്കുന്നു. അജി, ശരി. എയ്ഡഡ് സ്കൂളിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. വാർത്തയുടെ സമഗ്ര വിവരങ്ങളാണ് കോട്ടയത്ത് നിന്നും ജോസി ബാബു നൽകിയത്.